There are no secrets to success. It is the result of preparation, hard work and learning from failure. എല്ലാവർക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊന്നും വർക്കൗട്ട് ആവാത്തത്? ഇതൊന്നും യാഥാർത്ഥ്യമാകാത്ത എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. പീപ്പിൾ വാണ്ട് ഇറ്റ് ഈസി. എളുപ്പത്തിൽ നടക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത്. എന്താണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നത്? ഹൗ ടു ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, ഹൗ ടു ഗെറ്റ് റിച്ച് ഈസി, ഫ്രീ. ഇതെല്ലാമാണ് ആൾക്കാർ തപ്പുന്നത്. ഇതെല്ലാമാണ് എല്ലാവർക്കും വേണ്ടത്. ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഒന്നും ഈസി അല്ല, ഒന്നും ഫ്രീ അല്ല. ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും അതിൻ്റെ ഒപ്പം ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ വില കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യരെന്താണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്നത്? അത് പാടാണ്, അതിൽ റിസ്ക് ഉണ്ട്, അതിനൊരുപാട് കഷ്ടപ്പാടാണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നവർ ഇതുവരെ ഇക്വേഷൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ ലൈഫ് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം കഷ്ടപ്പാട് കാണും. അവിടെയെല്ലാം ഒരു വില കൊടുക്കേണ്ടി വരും. എല്ലാത്തിൻ്റെ ഒപ്പവും ചെറിയൊരു വേദനയുണ്ട്. ദെർ ഈസ് പെയിൻ വിത്ത് എവറിത്തിങ്. ജീവിതകാലം മുഴുവനും നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. എന്താണെങ്കിലും അതിൻ്റെ പുറത്ത് ഇറങ്ങേണ്ടി വരും. എന്താണെങ്കിലും പെയിൻ എടുക്കേണ്ടി വരും. സോ ചൂസ് ടു ടേക്ക് പെയിൻ ഫോർ യുവർ ഡ്രീംസ്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടതിന് വേണ്ടിയിട്ട് ആ വേദനയും ആ കഷ്ടപ്പാടും എന്തുകൊണ്ട് എടുത്തുകൂടാ? സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, യു ഹാവ് ടു ഹാവ് ലോട്ട് ഓഫ് പാഷൻ ഇഫ് യു ആർ ഹിയർ ടു സ്റ്റേ ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പെയിൻഫുൾ. നിങ്ങൾക്കൊരു സ്വപ്നമോ ആഗ്രഹമോ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ നടക്കണമെന്നില്ല. അത് ക്ഷമയുടെയും പരിശ്രമത്തിൻ്റെയും ഒരു കഥയാണ്. എല്ലാവരും ചോദിക്കും, കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും എല്ലാം നേടുന്നത്? കഷ്ടപ്പാടിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വെറുതെ കഷ്ടപ്പെടുന്നതാണോ അതോ സ്മാർട്ട് വർക്കാണോ എന്ന് ചോദിക്കും. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സ്മാർട്ട് വർക്ക്? കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കൂടുതൽ നന്നായി ചെയ്യാൻ ഒരു നല്ല വഴി കണ്ടുപിടിക്കണം. അതിന് അന്വേഷണം വേണം, പഠനം വേണം, നന്നായി ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഏറ്റവും വലിയ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ആ പുതിയ വഴി കണ്ടുപിടിക്കുന്നതാണ്. ആ സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അന്വേഷിക്കുന്നതും പഠിക്കുന്നതും അതിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക. പക്ഷേ ഇതുപോലും ആളുകൾക്ക് വേഗത്തിൽ വേണം. ആരെങ്കിലുമൊക്കെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണം. ആ ചതിയിൽ ചെന്ന് നമ്മൾ വീഴരുത്. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. ഓരോ അന്വേഷണത്തിനും അതിൻ്റേതായ വേദനയുണ്ട്. പക്ഷേ നമ്മൾ ആരും അതെടുക്കാൻ തയ്യാറല്ല. വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് ആ കഷ്ടപ്പാടെടുക്കുന്നുള്ളൂ. അവരെല്ലാ ദിവസവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നു, ഉള്ളതിനെ കൂടുതൽ മികച്ചതാക്കാൻ നോക്കുന്നു. വെൻ യു സ്റ്റോപ്പ് ലേണിംഗ് യു ഗെറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ്. നമ്മൾ എന്ന് നമ്മുടെ ക്യൂരിയോസിറ്റി വേണ്ട എന്ന് വെക്കുന്നു, കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം വേണ്ട എന്ന് വെക്കുന്നുവോ അന്ന് നമ്മൾ പിന്നിലായി പോകും. നെവർ സ്റ്റോപ്പ് എഡ്യൂക്കേറ്റിംഗ് യുവർ സെൽഫ്. ഇന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഗൂഗിളിൽ കയറുക, സെർച്ച് ചെയ്യുക, വായിക്കുക, യൂട്യൂബിൽ കയറുക, കാര്യങ്ങൾ പഠിക്കുക. പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിലെല്ലാം സമയം ചെലവഴിക്കുക. ആൻ ഫ്രാങ്ക് പറയുന്നുണ്ട്, ലേസിനെസ് മേ അപ്പിയർ അട്രാക്റ്റീവ് ബട്ട് വർക്ക് ഗീവ്സ് സാറ്റിസ്ഫാക്ഷൻ. വർക്ക് ഗീവ്സ് സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു കാര്യത്തെ നമ്മൾ എന്തോ ഒരു അണ്ടർ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. ജീവിതത്തിൽ റെസ്റ്റ് എടുക്കേണ്ട ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അലസതയുണ്ട്. സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാതെ, ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാതെ, വെറുതെ ബോഡിലി ഫീലിങ്സിനും അലസതയ്ക്കും വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ അവരല്ല, മറ്റെന്തൊക്കെയോ ആണ്, മറ്റാരൊക്കെയോ ആണ്. ചിലപ്പോൾ ഫോണാവാം, ചിലപ്പോൾ മടിയാവാം, ചിലപ്പോൾ എന്തിനോടെങ്കിലും അഡിക്ഷൻ ആകാം. നമ്മൾ എന്നാ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു എന്നുള്ളതാണ് ചോദ്യം. അവരിങ്ങനെ കാത്തിരിക്കുന്നു, ഇതല്ല അവസരം, ഇതല്ല സാഹചര്യം എന്ന് പറഞ്ഞ്, കറക്റ്റ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ്. ദെയർ ഈസ് നോ റൈറ്റ് ടൈം. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, നമുക്ക് എന്ത് സാഹചര്യമുണ്ടോ അതിൽ നിന്ന് തുടങ്ങുക. ഇത് തന്നെയാണ് ഓരോ ദിവസവും ആവർത്തിച്ച് പറയുന്നത്. ചാലഞ്ച് യുവർ സെൽഫ് ഡെയിലി, ടെൽ യുവർ സെൽഫ് ടു ഗ്രോ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഓരോ ദിവസവും എളുപ്പമല്ലാത്തതിലേക്ക് നമ്മൾ കാലുവയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു തുടങ്ങും. ഹെൻറി ഹോ പറയുന്നുണ്ട്, നത്തിങ് ഈസ് ഈസി, എവ്രിതിങ് ഈസ് ഹാർഡ് ആൻഡ് ഇറ്റ് ടേക്സ് ലോങ്ങർ ദാൻ യു തിങ്ക്. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു നെഗറ്റീവ് ആലോചിക്കുമ്പോൾ ചിന്തിക്കുക, ഇത് ഞാൻ പറയുന്നത് വെറും ഒരു എക്സ്ക്യൂസ് ആയിട്ടാണോ, എനിക്കിതിൽ നോടി മാറാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആലോചിക്കുക, ഇതെന്നിൽ നിന്ന് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാറ്റാൻ വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങുക. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുക. Try every single day to be the best version of yourself, inspiring,